ഒന്നും പറയാല അടിപൊളി. കാരണം നമ്മൾ കാണുമ്പോൾ മാത്രമേ നെഗറ്റീവ് കാണാൻ, പക്ഷേ നമുക്കത് സിനിമ എന്നുള്ള കാഴ്ചപ്പാടി കാണുമ്പോൾ നെഗറ്റീവ് കാണാൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സിനിമ എന്നുള്ള രീതി കാണുമ്പോൾ ആ ഒരു വിഷയം വരത്തില്ല. ഇത് മേക്കിംഗ് ഇഷ്ടപ്പെടും നല്ലതാണ്. പക്ഷേ ഹാഫ് ടൈമിന് ശേഷം കൊള്ളായിരുന്നു. ഇന്റർനാഷണൽ നല്ലൊരു സിനിമ ഒരു ഫീലിംഗ് നമുക്ക് രാഷ്ട്രീയ സിനിമ എന്നുള്ള രാഷ്ട്രീയം എന്നുള്ളൊരു ഭാഗമല്ലേ. നമുക്ക് പൊതുവേ രാഷ്ട്രീയം എന്നുള്ള എല്ലാ മോഹൻലാൽ ലാൽ സലാം വന്നപ്പോഴും എല്ലാ പല സിനിമകളിലും രാഷ്ട്രീയ ഭാവികൾ രാഷ്ട്രീയം മറ്റ് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഊഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയം എന്നുള്ള സിനിമയിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ സിനിമ ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് ഒരിക്കലും സിനിമ ഒരു ആവറേജ് സിനിമയായിട്ട് കാണുക, ആ രീതിയിൽ കണ്ടുപോയി കഴിഞ്ഞാൽ സിനിമയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാത്ത എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും, അതിനകത്ത് ചില ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല, ഓക്കെ. പക്ഷേ സിനിമ എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയ ഫീൽ ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വരെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂവിന് ശേഷം നല്ലൊരു രീതിയിൽ സിനിമ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഏത് സിനിമ ഇറങ്ങിയാലും അതിനൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ രാഷ്ട്രീയം കാണുന്നവർക്കുണ്ടാവും, ഇല്ലായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? പടത്തിന്റെ വലുതായില്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെയും? മഞ്ജു ചേച്ചി, ടോവിനോ? മഞ്ജു ചേച്ചിക്ക് മറ്റതിൽ കുറച്ച് കുറവായിരുന്നു, ഇതിൽ നല്ല രസമുണ്ട്. നല്ലൊരു പവർഫുൾ ആയിട്ട് കുറച്ചുകൂടെ അല്ലേ? അതെ. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, ബിജിഒ ഒക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല തിയേറ്റർ കാണാൻ ഭയങ്കര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. അതെ. ഇതിന്റെ ഡയറക്ഷനെ കുറിച്ച്? ഡയറക്ഷൻ ഗംഭീരം. ഇതൊരു മലയാളം പടമായിട്ട് തോന്നിയോ? ഇല്ല അങ്ങനെ തോന്നിയില്ല. ഹോളിവുഡ് ലെവലിലൊക്കെ. അതെ നല്ല. ഇവിടെ എന്താ കണ്ടേണോ? പറഞ്ഞു തന്നാൽ സ്വന്തം ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? ലൂസിഫർ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതിൽ നിന്ന് എമ്പുരാനിലോട്ട് എത്തിയപ്പോൾ എങ്ങനെ കാണുന്നത്? കുറച്ചും കൂടെ തിയേറ്ററിക് എക്സ്പീരിയൻസ് ഉള്ള മൂവിയായിട്ട് തോന്നി. മറ്റേ ലൂസിഫർ വിഷ്വൽ ട്രീറ്റ് ഒക്കെ ആയിരുന്നു. അതെ, ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഫ്രെയിംസും മൊത്തത്തിൽ സിനിമാറ്റോഗ്രാഫി ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അടിപൊളിയായിരുന്നു. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട് ഇതിൽ? മറ്റുള്ള കാര്യത്തിൽ വന്നപ്പോൾ കുറച്ചും കൂടെ റോളുണ്ട്, കുറച്ചും കൂടെ ഭംഗിയുണ്ടല്ല, പെർഫോമൻസും കൂടുതലുണ്ടായിരുന്നു. അതെ, ഭംഗിയുണ്ടായിരുന്നു. അതെ. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. പുള്ളിന് ഭാവിയിൽ ഒരു ഇംഗ്ലീഷ് പടമൊക്കെ ഡയറക്റ്റ് ചെയ്യും ചിലപ്പോൾ. ചാൻസ് ഉണ്ട്. എമ്പുരാനായിരുന്നു. എമ്പുരാൻ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? പോകുന്നില്ല, പക്ഷെ പൊളിപ്പടം. അതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ വലുതായില്ലേ? വലിയ പടമായിട്ട് മാറി. നല്ല പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. മേക്കിംഗ് ഒന്നും പറയാനില്ല, പൊളിയായിരുന്നു. സെറ്റ് നമ്മൾ വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയും, അതായിരുന്നു. ഇല്ല, മേക്കിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു. എല്ലാവരും കാണേണ്ട പടം. അതെ, സെയിം അഭിപ്രായം. അല്ല, കൂടുതലൊന്നും പറയാനില്ല, സൂപ്പറായി. പൃഥ്വിരാജ് പൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തു. ഡയറക്റ്റ് ചെയ്യാതെ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഡയറക്റ്റ് ചെയ്യുന്നു, അത്രയ്ക്കുള്ള തലയുണ്ട്. അതെ, ഉറപ്പായിട്ടും അടിപൊളി. ലൂസിഫർ അതുകൊണ്ടാണ് വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നല്ല. അതെ, സൂപ്പർ, കൊള്ളാം. അടിപൊളി. ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടതിൻ്റെ ആ ഒരു ഇല്ല സൂപ്പർ ഏട്ടാ, സൂപ്പർ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. മോൻ പറഞ്ഞിട്ടാണ് സൂപ്പർ സിനിമയായിരുന്നു. അത് ഭയങ്കര ലൂസിഫറിന്റെ അതേപോലെ ആയതുകൊണ്ട്. ക്യാമറ വർക്കും ബിജിഒ ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ലാലേട്ടൻ്റെ ഒരു ജംഗിൾ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാൻ. സൂപ്പർ. ഇങ്ങനെ രോമാഞ്ചമാണോ? അത് എന്താ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടതിൻ്റെ ഒരു സൂപ്പർ. കുഴപ്പമില്ല, നല്ല പടമല്ലേ. മോഹൻലാലിനൊക്കെ ഇഷ്ടപ്പെട്ടു. സംവിധാനം നല്ല സ്റ്റൈല് സംവിധാനം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ഒക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. മോഹൻലാലിന്റെ അടിപൊളി പെർഫോമൻസ്.